ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7th മെയ്യിലെ 7-ാം തീയതി മെയ് 7 ഡേറ്റ് ഏതായിരുന്നു? തേഴ്സ്ഡേ. ഓ, തേഴ്സ്ഡേ ഫ്രൈഡേ സുഖമല്ലേ? ഫൈൻ, ഓക്കെ, ഫൈൻ, ഓക്കെ. തേഴ്സ്ഡേയിലെ മാർക്കറ്റ് വ്യൂ ആണ്, അതായത് യൂറോ യു എസ് ഡിയിലെ മാർക്കറ്റ് വ്യൂ ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്തായിരുന്നു, അതെങ്ങനെ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സോ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ ക്ലിയർ ആയിരുന്നു. അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം ബയാസ് ഉണ്ടായിരുന്നില്ല, ഏത് സൈഡിലോട്ട് പോകാനുള്ള ഹയർ ചാൻസ് ഉണ്ടാവുന്നുള്ള ഒരു ബയാസ് ഇല്ല, ഉണ്ടായിരുന്നില്ല ഇന്നലെ. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ ഒരു 4 അവറിലെ ഓപിക്ക് മേലെ അല്ലെങ്കിൽ റേഞ്ചിന് മേലെ ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അപ്സൈഡ് പോകാനുള്ള ഒരു സാധ്യത മാർക്കറ്റ് അവിടെ കാണിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻസിലോട്ട് വന്നെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ 50% റേഞ്ചിൽ നിന്നും, അതായത് ഈ സ്വിങ്ങിന്റെ 50% റേഞ്ചിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടത്? ഡൗൺ ചെയ്യാനുള്ള, ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് ഏരിയാസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ക്യുക്കായിട്ടുള്ള ഡൗൺ സൈഡ് പോയിട്ടുള്ള ഒരു സപ്ലൈ ഉണ്ട്. സോ ഇതൊരു 50% റേഞ്ചിൽ കൂടിയാണ്. അപ്പൊ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാൻ, ഫാൾ ചെയ്യാനുള്ള ഹയർ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? ഇൻഡ്യൂസ്മെന്റ് കിട്ടണം. എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എഗെയിൻ വീണ് ഈ ഒരു ഓബിയിൽ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി പ്രൈസ് ചെയ്യുള്ളൂ. അത് നമ്മൾ ഇവിടുത്തെ 4 അവർ ഓബി വരെ നമ്മൾ എയിം ചെയ്യും എന്നുള്ള കാര്യം. 4 അവർ നമ്മൾ ഓബി വരെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളോ കിട്ടിയില്ല. പ്രൈസ് ആക്ഷൻസ് ആണെങ്കിലും മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് സൈഡിലോട്ട് കയറിപ്പോയി. അപ്പൊ ഇങ്ങനത്തെ സിനാരിയോസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ സിനാരിയോസിൽ ഇങ്ങനത്തെ സിനാരിയോസിൽ നമുക്ക് പ്രത്യേകിച്ച്, അതായത് എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മുടെ വ്യൂ എക്സാക്ട്ലി നമുക്ക് രണ്ട് സൈഡ് വ്യൂ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് മോസ്റ്റ് പ്രോബബിലി എൻട്രീസ് മിസ്സാവും. പക്ഷെ ഒറ്റ സൈഡ് സിംഗിൾ സൈഡ് മാർക്കറ്റ് വ്യൂ ഉള്ള സമയത്താണെങ്കിലോ നമുക്ക് അത്യാവശ്യം നല്ല എൻട്രീസ്, അത്യാവശ്യം നല്ല വിൻ റേറ്റിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി വരുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമുക്ക് എന്താണ് വേണ്ടത് ശരിക്കും? നമ്മളെ സംബന്ധിച്ചോളം ഇത് ഡെയിലി ടൈം ഫ്രെയിമിന്റെ ഒരു സപ്ലൈ ആണ്. ഈ സപ്ലൈ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്തതിനു ശേഷം വളരെ ക്ലിയർ ആയിട്ടും ശരിയായിട്ടും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റേഞ്ചിൽ, അതായത് ഇതൊരു 4 അവറിന്റെ തന്നെ ഇൻഡ്യൂസ്മെന്റ് ആയിരുന്നു ഇത്. 4 അവർ ഇൻഡ്യൂസ്മെന്റ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ് 4 അവറിന്റെ. അതിന്റെ ഒരു 90% അപ്പിൽ നിന്നും മാർക്കറ്റ് ക്ലീൻ ആയിട്ട് വീണ് ടാർഗറ്റ് വരെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കുന്നത്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെയും അതിനുശേഷമുള്ള ഓബിയിൽ നിന്നും മാർക്കറ്റ് അപ് സൈഡിലോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനു മുന്നേ യൂറോ യൂഎസ്ഡി ഡൗൺ സൈഡിൽ നിന്ന സമയത്ത്, ഡൗൺ സൈഡിൽ നിന്ന് കയറി വരുന്ന സമയത്തും ഇതുപോലെ ഒരു സെറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇല്ല അല്ലേ? ഇതുപോലത്തെ സെറ്റപ്പ് അല്ല. ഓക്കെ, ഫൈൻ, ഫൈൻ. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് 4 അവർ ടൈം ഫ്രെയിമിൽ വരിക, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അതിനെ പറ്റി. മാർക്കറ്റ് ഡെയിലി ലോയിൽ നിന്ന സമയത്ത്, അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ പറയുന്ന ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ വന്നല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം ഈ റേഞ്ച് വരെ മാർക്കറ്റ് അപ്പിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈൻ. ഇപ്പൊ ഈ സിനാരിയോയിൽ മാർക്കറ്റ് നോക്കിയോ, ഫസ്റ്റ് മാർക്കറ്റ് റിവേഴ്സ് ആയി ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട്, അതായത് ഇത് ഇൻഡ്യൂസ്മെന്റ് ആണ്, ജസ്റ്റ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു. ക്ലിയർ? ഇത് പ്രോപ്പർ ആയിട്ട് നടന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അപ്പ് സൈഡിൽ പോയി ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെയുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് ചെയ്തുകൊണ്ട് എൻട്രീസ് പ്ലേസ് ചെയ്തു, അപ്പ് സൈഡിലോട്ട് പോയി. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല? ഇതാണ് ഇതിന്റെ റേഞ്ച് അല്ലേ? റേഞ്ച് സ്വീപ്പും കൂടി ഇട്ട്, റേഞ്ച് സ്വീപ്പ് ഇട്ട് കഴിഞ്ഞാൽ സോറി, റേഞ്ച് സ്വീപ്പ് ഇല്ല അല്ലെ? ഫൈൻ, ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ്, ഇതാണ് റേഞ്ച്. റേഞ്ചിന് താഴെ പോകാനല്ല മാർക്കറ്റ് എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് തന്നെ അപ്പ് സൈഡിലോട്ട് റാലി സ്റ്റാർട്ട് ചെയ്തു. പറയാനുള്ള മാർക്കമല്ല. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയോ? ഇവിടെ ഒരു സ്വീപ്പോ, ഇവിടെ ഒരു മാർക്കറ്റ്
ഡയറക്ഷൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഞാൻ അന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇവിടെ എടുത്തത്. സോ ഇവിടെ നമ്മുടെ ആക്സ്പർ സെറ്റപ്പിൽ തന്നെയാണ് പോയിരിക്കുന്നത്. മേ ബി എനിക്ക് തെറ്റുപറ്റിയതായിരിക്കണം. അതോ വേറെ ഏതെങ്കിലും ഏരിയാസ് ആയിരുന്നു? ഓക്കെ ഫൈൻ. അപ്പൊ എനിക്ക് തെറ്റുപറ്റിയതാണ്. അത് വിട്ടേക്കുക. ഞാൻ എന്താ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ബോഡി ക്ലോസ് വെച്ചിട്ടുണ്ടല്ലോ, അഗൈൻ സ്വീപ്പ് അല്ലേ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു മാനിപ്പുലേഷൻ ആക്കി എടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഡൗൺ സൈഡ് തന്നെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ തെളിയിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു സംഭവം നടന്നിട്ടില്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റിന്റെ എന്ത് നടന്നിരിക്കുന്നത്, മൂവ്മെന്റ്സും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഇത്രയൊന്നും വരാം. എനിക്ക് പറ്റിയൊരു സ്മോൾ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ടൈം എടുത്തായിരുന്നു അതിന്. ഇനി വേറെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഈ ഒരു ജേർണലിങ്ങിന്റെ പ്രത്യേകത തന്നെ ഇതാണ്. നമുക്ക് എന്ന് എപ്പോൾ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ചില സമയത്ത് ഇതുപോലെ തെറ്റുകയും ചെയ്യും. സോ അത് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പ്ലാൻ പറഞ്ഞുതരാം. അതായത് ഇനി ഞാൻ എൻ്റെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കൂടിയിട്ടാണ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ? ഇത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പാടില്ല. ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഹോബിയാണ് അല്ലേ? ഇതൊരു മാർക്കറ്റിൽ അൺമിറ്റിഗേറ്റഡ് ഹോബിയാണ്. കൺഫ്യൂസ്ഡ് ആയല്ലോ. സോ എന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഇപ്പോഴുള്ള എന്റെ മേജർ പ്ലാനിങ്. ഓക്കെ, എന്റെ മേജർ പ്ലാനിങ് ഉണ്ടായിരുന്നത് സിമ്പിൾ ആണ്. അതായത് ഇതിന്റെ 50% എടുക്കുക, ലോ ടൈം ഫ്രെയിമിൽ പോവുക, ഈ ഒരു ഏരിയയിൽ എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഈ ഏരിയന്നോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയന്നോ എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക, അപ്പ് സൈഡിലോട്ട് വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കുക, എടുത്തിട്ട് അത് പ്രോഫിറ്റ് ആക്കുക. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് 4 hour ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു മേജർ ഓബി ഉണ്ട്. ഇതാണ് സ്വീപ്പിനുള്ള മെയിൻ റീസൺ എന്നുള്ള ക്യാൻഡിൽ. സോ ഇവിടെ നിന്ന് മാർക്കറ്റിന്റെ റിയാക്ഷൻസ് അറിയാണ്ട് നമുക്ക് ഒരു എൻട്രീസും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഈ വീണ്ടും മൊത്തത്തിൽ എൻട്രി ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് വരാൻ പോസിബിലിറ്റി എന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അത് വല്ലാത്തൊരു കഷ്ടമല്ലോ. ഉം. ശരി, ഓക്കെ. നമുക്കൊരു അയ്യോ എനിക്ക് വ്യൂ ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോമൻസ് ചെയ്യുന്നതെന്നുള്ളത്. ശരി, നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇത് മാത്രമാണ്. അതായത് ഇതിന്റെ 50% ഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ, മാർക്കറ്റ് 50% പോകാനുള്ള ഹയർ ചാൻസ് ഉണ്ടല്ലോ, അപ്പ് സൈഡിലോട്ടാണെങ്കിൽ ഡൗൺ സൈഡിലോട്ട് പോകാനാണെങ്കിലും. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. സോ വൺസ് ഒരു മാർക്കറ്റിലൊരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായി, അതൊന്നും ഫെയിൽ ആവുന്ന പോലെ തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ഏകദേശം ഈ റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതല്ലാതെ വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണുന്നില്ല. ഇൻ കേസ് അത് മാർക്കറ്റ് ഡയറക്റ്റ് വന്ന് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എൻട്രി പ്ലാനും ഇല്ല. ഏത് ശരിക്കും എൻട്രി പ്ലാനില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം.
എനിക്കിതിലൊന്നും സക്സസ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ കുറച്ച് ഇഷ്യൂസ് ആണ്. ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്, ഇൻ കേസ് മാർക്കറ്റ് താഴെ ടാപ്പ് ചെയ്യാതെ അപ്സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്നുള്ള റിവേഴ്സ് റിയാക്ഷൻസിൽ ഞാൻ എൻട്രീസ് താഴോട്ട് മാർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, എന്താ പറഞ്ഞാൽ ഒരു വലിയൊരു ഇതാണ്. എന്റെ നോർമലി സ്റ്റോപ്പ് ലോസ് ഒക്കെ $100 ഒക്കെയാണ് വരുന്നത്. സോണീസെല്ലാം അക്കൗണ്ട് ഒരു പ്ലസ് ഒരു $200 പ്ലസ് കിട്ടുകയാണെങ്കിൽ ശരി, നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ റിയാക്ഷൻ നോക്കാം. റിയാക്ഷൻ നോക്കിയിട്ട് 1 മിനിറ്റിലൊക്കെ നല്ല സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രീസ് ഇത്തിരി ലോവർ റിസ്കിൽ എടുക്കാമല്ലോ. ഇല്ല. ശരി, അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും. വേറെ ഓപ്ഷൻസ് ഇല്ല നമ്മളെ സംബന്ധിച്ചോളം. എനിവേ നോക്കാം. നോക്കിയിട്ട് മാർക്കറ്റിൽ നല്ല എൻട്രീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രയത്നിക്കാം. താങ്ക് യു ഓൾ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ പിന്നെ ഒരു വീഡിയോ കാണാം. നാളെയാണ് ഫ്രൈഡേ. ഓക്കെ.